യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ സീരീസിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ, പഴയ നിയമം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കഴിഞ്ഞ മെസ്സേജിൽ ആദമിൻ്റെയും ഹവയുടെയും കഥ പറഞ്ഞു തന്നു. അങ്ങനെയുള്ള പല കഥകളും, അങ്ങനെയുള്ള പല ഉപമകളും, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല കവിതകളും ഒക്കെയുള്ള ഒരു സംഗ്രഹമാണ്, ഒരു പുസ്തകങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത്. ആ പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് നമ്മൾ തോറ, ഈ യഹൂദന്മാരുടെ പുസ്തകം, ഇസ്രായേലിയരുടെ പുസ്തകം എന്ന് വിളിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഉള്ള ഒരു സെക്ഷനാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് 10 കൽപ്പനകളും. ഒരുപാട് കൽപ്പനകളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 കൽപ്പനകളാണ്. അതിൽ ആദ്യത്തെ 5 കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. അടുത്ത 5 കൽപ്പനകൾ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ള കൽപ്പനകൾ ഇതൊക്കെയാണ്: നിങ്ങൾക്ക് അന്യദേവന്മാരുണ്ടാകാൻ പാടില്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വൃഥാവായിട്ട് എടുക്കാൻ പാടില്ല, അവർക്ക് ഒരു ദിവസമുണ്ട്, ശബത്ത് നാൾ, സാറ്റർഡേ, അത് ശുദ്ധീകരിച്ച് അന്നത്തെ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ദൈവത്തെ നമസ്കരിക്കുക, അതാണ് അന്ന് ചെയ്യേണ്ടത്. അടുത്തത്, മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, സേവിക്കണം, എന്നാൽ നിങ്ങൾക്ക് ദീർഘായുസ്സും ആയുസ്സുകാലമൊക്കെയും സമൃദ്ധിയും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ. ദൈവത്തെ ഏറ്റവും സ്നേഹിക്കണം എന്ന് പറയുന്ന കൽപ്പനകൾ. എന്നാൽ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ ആ ഭാഗമെന്ന് പറയുന്നത് കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയരുത്, കോടതിയിൽ കള്ളസാക്ഷ്യം പറയരുത്, മറ്റുള്ളവരുടേത് മോഹിക്കരുത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്തായാലും അവരെ കൊലപാതകം ചെയ്യുകയോ, അവരുടെ ഭാര്യമാരെ വ്യഭിചാരത്തിനായിട്ട് ആഗ്രഹിക്കുകയോ, അവരുടെ സ്വത്തുക്കൾ മോഹിക്കുകയോ, അവരുടെ നന്മകൾ മോഷ്ടിക്കുകയോ, അവർക്കെതിരായിട്ട് കള്ളസാക്ഷ്യം പറയുകയോ ചെയ്യുകയില്ല. അപ്പോൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇങ്ങനെയുള്ള ആ 10 കൽപ്പനകൾ, അതുകൂടാതെ ഒരുപാട് കൊച്ചു കൽപ്പനകളും അടങ്ങുന്ന ഒരു പാസേജാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ്, ഒരു സെക്ഷനാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ തോറയ്ക്കകത്തുള്ള ഒരു സെക്ഷനാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന സാധനം ഇസ്രായേലിയർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിന് മുമ്പേ പാപം ഓൾറെഡി ഉണ്ടല്ലോ. ആദം ഓൾറെഡി പാപം ചെയ്ത് കഴിഞ്ഞു. പാപം ചെയ്തു, അത് കഴിഞ്ഞ് ആദാമിൻ്റെ തലമുറകളൊക്കെ പാപം ചെയ്ത് ഇങ്ങനെ പോവാണ്. പക്ഷേ ആദാമിൻ്റെ തലമുറയ്ക്ക് അകത്ത് നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ആ നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഭാഗത്ത് നിന്ന് നീ എന്നോട് വിശ്വസ്തത ആചരിക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്യും. ആദാം മൂലം വന്നിരിക്കുന്ന മരണത്തെ ദൈവം റിവേഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദാം മൂലം വന്നിരിക്കുന്ന ആ മരണം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാപം കാരണമാണ്. പാപവും മരണത്തിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. പാപം കാരണമാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്തത്? ശപിച്ചത്. പാപം കാരണം വന്ന ശാപം മൂലമാണ് മരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശാപം എന്ന് പറയുന്ന കാര്യത്തെ മാറ്റിയിട്ട് മാത്രമേ ആ മരണത്തെയും ദ്രവത്വത്തെയും മാറ്റി ആ വ്യക്തിയെ പൂർണ്ണമായും വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ശാപം എന്ന് പറയുന്നത് എങ്ങനെയാണ് മാറ്റുക? ശാപത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അനുഗ്രഹം. അതുകൊണ്ടാണ് ദൈവം ഓരോ വ്യക്തികളെ വിളിച്ചപ്പോൾ അവരെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശാപം എന്ന് പറഞ്ഞാൽ മരണം. അപ്പോൾ ദൈവം ആദ്യം നോഹയോട് ഉടമ്പടി ചെയ്തു. നോഹയുടെ മക്കളെന്ന് പറഞ്ഞാൽ നോഹയുടെ ആ കുടുംബത്തിൽ കൂടെ ദൈവം ഇനി ഈ ഭൂമിയെ വീണ്ടും പോപ്പുലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ പാപികളായ മനുഷ്യരൊക്കെ ദൈവം ഒരു വലിയ ജലപ്രളയം വരുത്തിയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ വ്യക്തികളെയെല്ലാം, നോഹയുടെ മക്കളെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് മരണമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ ഉടമ്പടിയിൽ നോഹയ്ക്ക് വിശ്വസ്തനായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മളും വിശ്വസ്തത കാണിക്കണം, ദൈവം ഇങ്ങോട്ട് വിശ്വസ്തത കാണിക്കണം. ആ 2 പേരും കാണിക്കുന്ന വിശ്വസ്തതയ്ക്കകത്ത് വരുന്ന സംഗതിയാണ് ഉടമ്പടിയിലുള്ള നീതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വേദപുസ്തകം വായിക്കാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നീതി എന്ന് പറയുന്ന ഒരു പദം. ആ നീതി എന്ന് പറയുന്ന പദം വേദപുസ്തകത്തിൽ എന്ന് വെച്ചാൽ പുതിയ നിയമം പഴയ നിയമം എന്ന് പറയുന്ന
ബൈബിളിൽ ആ നീതി എന്ന് പറയുന്ന പദം കേവലം ഒരു ജുഡീഷ്യൽ നീതി എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെന്തോ ഒരു കുറ്റം ചെയ്തു, നമ്മളെ കോടതി കയറ്റി, ആ കോടതി കയറ്റി നമ്മളെ വിസ്തരിച്ചു, നമുക്കെതിരായിട്ട് സാക്ഷികൾ വന്നു, പക്ഷേ നമ്മുടെ ആ ന്യായാധിപൻ ഇതൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളെ നീതിമാനായി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് വേണ്ടി ജാമ്യം നിന്നിട്ട് നമ്മളെ നീതിമാനായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന കോടതിയിൽ കിട്ടുന്ന നീതി എന്ന് പറയുന്ന നീതി അല്ല. അത് മാത്രമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നീതി. യവനന്മാരുടെ, റോമക്കാരുടെ, ഇനി നമ്മുടെ തന്നെ ഭാരതത്തിലുള്ള പല ഫിലോസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സിലും ആ നീതിയാണ്, ജുഡീഷ്യൽ നീതിയാണ് നീതിയായിട്ട് കാണുന്നത്. എന്നാൽ ഭാരതത്തിലുമുണ്ട്, യഹൂദന്മാരുടെ ഇടയിലുമുണ്ട്, വേറെ പല കൾച്ചേഴ്സിലും ഉണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനത്തെ നീതി? ഒരു കുടുംബത്തിനകത്തുണ്ടാവുന്ന ഒരു നീതി. നിങ്ങൾ ധർമ്മം പാലിക്കുകയാണെങ്കിൽ ആ ധർമ്മം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ വർണ്ണാശ്രമ ഇതുണ്ടല്ലോ, അതിനകത്ത് ഏത് ആശ്രമത്തിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു ബ്രഹ്മചര്യ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലാണായിരിക്കും, നിങ്ങൾ 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ സമയം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധർമ്മം നിങ്ങൾ നിർവഹിക്കുന്നു. ഇനി നിങ്ങൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ ക്ഷത്രിയ കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ ആയുധാഭ്യാസമായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആ പ്രത്യേക, നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ ആ ഏജ്, ഇതിനനുസരിച്ചുള്ള നിങ്ങളുടെ ധർമ്മം എന്താണോ ആ ധർമ്മം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീതിയുണ്ട് സമൂഹത്തിൽ എന്നാണ് നമ്മുടെ ഭാരതീയരുടെ ഈ നീതിയെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി മാത്രമല്ല ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗത്തിൽ പെട്ടിരിക്കുന്നു, നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്നു, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് ഭാരതത്തിൻ്റെ ഫിലോസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള നീതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയിലെ ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പേ ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വേദപുസ്തക പ്രകാരം പറയുമ്പോൾ അതല്ല. വേദപുസ്തക പ്രകാരം പറയുമ്പോൾ നിങ്ങൾക്ക് ജാതിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഏജിലായതുകൊണ്ട് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള വ്യവസ്ഥയൊന്നും വേദപുസ്തക പ്രകാരമില്ല. വേദപുസ്തക പ്രകാരം എന്താണ്? വേദപുസ്തക പ്രകാരം ദൈവവുമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്? ഉടമ്പടി ബന്ധമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി ഉണ്ട്. നോഹയുടെ മക്കളുമായിട്ട് ദൈവത്തിന് എന്തുണ്ട്? എഗ്രിമെൻ്റ് ഉണ്ട്. ആ ഉടമ്പടി പ്രകാരം ദൈവം പറയാണ്, ശാപം മൂലം വന്ന ആ മരണത്തെയും ദ്രവത്വത്തെയും നിന്റെ കുടുംബത്തിൽ കൂടെ മറ്റുള്ള കുടുംബത്തിലുള്ള ഇതിനെയും ഞാൻ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ നിന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ നീ ഞാൻ പറയുന്ന വ്യവസ്ഥകളോട് എന്ത് ചെയ്യണം? നീതി പുലർത്തണം, അഥവാ വിശ്വസ്തനായിരിക്കണം. നീ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഹൈന്ദവ ധർമ്മത്തിനകത്ത് അവരവരുടെ ഏജിനും കാസ്റ്റിനും വിശ്വസ്തയോടെ ഒരു വ്യക്തി അവൻ്റെ ജീവിതം നയിക്കുകയാണെങ്കിൽ അതിനെ നീതിയായിട്ട് കണക്കാക്കുന്നത് മാതിരി ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ മനസ്സിലാക്കി അതനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടോ, ഈ 10 കൽപ്പനകൾ അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച് അവരെ പോലെ തന്നെ സ്നേഹിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും അങ്ങനെയൊക്കെ ജീവിക്കുകയും അനീതി പ്രവർത്തിക്കാതെ നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയാണ് ദൈവം നീതിയായിട്ട് കണക്കിടുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വിചാരിക്കേണ്ട അബ്രഹാം ഇങ്ങനെ മെൻ്റലി ഇൻ്റലക്ച്വലി എന്തോ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി അങ്ങ് വിശ്വസിച്ചു, ഇത് ശരിയാണ്. അതല്ല. അതാണ് നമ്മളിന്ന് വിശ്വാസമായിട്ട് പലരും അംഗീകരിക്കുന്നത്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അതിനകത്ത് നീതിയുടെ ഡെഫിനിഷൻ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അബ്രഹാം ദൈവത്തോട് വിശ്വസ്തത ആചരിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതേ സംഗതിയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ അബ്രഹാമിൻ്റെ നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ യാക്കോബ് കേവലം ആ ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ച കാര്യത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. ഉൽപ്പത്തി 22-ൽ
തൻ്റെ ഏകജാതനായ മകനെ അർപ്പിക്കാനായിട്ട് അബ്രഹാം പോയ ആ ഒരു അവസ്ഥയും കൂടെ അതിനോട് ചേർത്തിട്ട് വ്യാഖ്യാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാം അന്ന് മനസ്സിലാക്കി അവൻ്റെ ബുദ്ധി കൊണ്ട് വിശ്വസിച്ചു. ആ ബുദ്ധി കൊണ്ട് അവൻ വിശ്വസിച്ചത് പ്രവൃത്തിയിൽ വന്നത് എന്നാണോ അവൻ്റെ ആ വിശ്വാസത്തിനൊത്തവണ്ണം ദൈവത്തിന് അവൻ്റെ മകനെ അർപ്പിക്കാനായിട്ട്, സറണ്ടർ ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായത്, അന്നാണ് വാസ്തവത്തിൽ അവൻ്റെ ആ നീതീകരിക്കപ്പെട്ടത്. അന്നാണ് ദൈവം അവനെ വാസ്തവത്തിൽ നീതിമാനായി കണക്കാക്കുന്നത്. ആ പ്രവൃത്തി മുഖാന്തരമാണ് വാസ്തവത്തിൽ അവൻ്റെ വിശ്വാസം ന്യായീകരിക്കപ്പെടുന്നത്. നമ്മുടെ വിശ്വാസം പ്രവൃത്തി മുഖാന്തരം എന്ത് ചെയ്യപ്പെടണം? ന്യായീകരിക്കപ്പെടണം. നിങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കണം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. അപ്പോൾ വിശ്വാസം മാത്രമല്ല, വിശ്വാസവും പ്രവൃത്തിയും. അപ്പോൾ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തത. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ദൈവം നീതിയായി കണക്കിട്ടത്. അതാണ് വാസ്തവത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. പൗലോസ് ആ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു മനസാക്ഷിയോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേവലം അബ്രഹാം ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല അവൻ പറയുന്നത്. പൗലോസ് പറയുന്നത് അബ്രഹാമിൻ്റെ ആ ജീവിതം, അബ്രഹാമിൻ്റെ സമർപ്പിക്കപ്പെട്ട അവസ്ഥ, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാൻ അവൻ്റെ ആ എപ്പോഴുമുള്ള തയ്യാറെടുപ്പ്, ഇതെല്ലാം കൂടി അടങ്ങുന്ന ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തത, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ദൈവത്തോടുള്ള വിശ്വസ്തത എന്നതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. ആ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ദൈവം നീതിയായി കണക്കിട്ടത്. അവിടെ പിസ്റ്റോസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, പിസ്റ്റിസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വിശ്വാസമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഫെയ്ത്ത് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് വേറൊരു ട്രാൻസ്ലേഷൻ ഉണ്ട് എന്ന് എൻ ടി റൈറ്റ് പോലെയുള്ള വലിയ ദൈവദാസന്മാർ പറയുന്നു. ആ ട്രാൻസ്ലേഷൻ എന്താണ്? ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത മൂലമാണ് അബ്രഹാം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം അതേ വിശ്വസ്തത പ്രതീക്ഷിച്ചു. പക്ഷേ അവർ ആ വിശ്വസ്തത കാണിച്ചില്ല. അങ്ങനെ ദൈവത്തിന് അടുത്തൊരു ഉടമ്പടി ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഉടമ്പടി ചെയ്തത് അബ്രഹാമിൻ്റെ മക്കളോടാണ്, അബ്രഹാമിനോടാണ് ദൈവം ആ ഉടമ്പടി ചെയ്തത്. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ എല്ലാ ആണുങ്ങളും പരിച്ഛേദന ഏൽക്കണം. ആ പരിച്ഛേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നോട് ഉടമ്പടി ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കാര്യം ഇതാണ്. ദൈവത്തോട് ഉടമ്പടി ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അതായത് ചുമ്മാ ഇങ്ങനെ പരിച്ഛേദന ഏറ്റ് ഇങ്ങനെ പോവല്ല, ദൈവം കൽപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ഏറ്റു, അതല്ല. അതിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മീനിങ് ഉണ്ട്. ദൈവത്തോട് ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റും, ദൈവത്തോട് ഒരു വ്യക്തിയുടെ വിശ്വസ്തതയും, ദൈവത്തോട് ഒരു വ്യക്തിയുടെ ബന്ധവും മാത്രമല്ല ആ കുടുംബത്തിൻ്റെ സമർപ്പണവും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു സൈനാണത്. അത് ശരീരത്തിൽ ഏൽക്കുന്ന ഒരു ഷൈൻ മാത്രമാണെങ്കിലും വാസ്തവത്തിൽ അത് വേർപാടിൻ്റെ ലക്ഷണമാണ്. ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. വേർപാടെന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം സമൂഹം ആചരിക്കുന്നൊരു വേർപാടുണ്ട്. ആ വേർപാടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഏക ദൈവത്തെ ആരാധിക്കുന്ന വേർപാട് നല്ല വേർപാടൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരെ വെറുക്കാൻ പാടില്ല, അത് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതാണ് ആ വേർപാടിന് ശരിയായ ലക്ഷണം. അപ്പോൾ ഇവിടെ അബ്രഹാമിന് ദൈവവുമായിട്ട് ആ ഉടമ്പടി ലഭിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയിൽ കൂടെ ഞാൻ ഈ മരണത്തെ, ശാപം മൂലം വന്നിരിക്കുന്ന മരണത്തെയും ദ്രവത്വത്തെയും മാറ്റും. നിന്റെ സന്തതിയിൽ കൂടെ ഞാൻ ഈ പാപത്തെ ഇല്ലാതാക്കും, ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ ഇല്ലാതാക്കും. നിന്റെ സന്തതിയിൽ കൂടെ ഞാൻ ഈ മരണത്തെ പൂർണ്ണമായി മായ്ച്ചു കളയും. അബ്രഹാമിന് ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവൻ്റെ സന്തതിയെ ദൈവം യാഗപീഠത്തിന്മേൽ വെച്ചപ്പോഴാണ് അബ്രഹാമിന് മനസ്സിലായത്. കാരണം ഈ യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന കക്ഷിയിൽ കൂടെയാണ് ഇനി ഒരുപാട് പേര് ജനിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവൻ ഈ യാഗപീഠത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ജനിക്കാനാണ്? അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗമൃഗം എവിടെ? ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് അബ്രഹാമിന് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഈ കുട്ടിയിൽ കൂടെയാണ് ദൈവം അബ്രഹാമിൻ്റെ ജാതിയെ വർദ്ധിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഈ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയൂ. അതുകൊണ്ട് അബ്രഹാം അവനോട് പറഞ്ഞു, ദൈവം കരുതും. ദൈവം കരുതി. അവിടെ അന്ന് ഈ മകന് പകരമായിട്ട് ദൈവം ഒരു ആട്ടുകോറ്റനെ അബ്രഹാമിന് കൊടുത്തു. ആ കോറ്റനെ അവിടെ അർപ്പിച്ചു യാഗമായിട്ട്. അന്ന് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം അന്നത്തെ ആ കാലഘട്ടത്തിലൂടെ ഉടമ്പടികളൊക്കെ സ്ഥാപിക്കുന്നത് ഇതേപോലെ ആ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട്
എന്താ പറയുന്നത്, രണ്ട് പേര് തമ്മിലൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടിയെ സാങ്ഷൻ ചെയ്യുന്ന വ്യക്തി, അങ്ങനെയാണ് അതിനെ സാങ്ഷൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സിഗ്നേച്ചർ ഇടുന്നുണ്ട്. ആ സിഗ്നേച്ചറിന് മുമ്പ് പണ്ട് ബ്ലഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്ലഡിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഈ മൃഗങ്ങൾ. ഈ മൃഗങ്ങളെ അറുത്തിട്ട് ആ മൃഗങ്ങളുടെ നടുവിൽ കൂടെ ഇവർ രണ്ടുപേരും കടന്നു പോയിട്ട് നമ്മൾ തമ്മിൽ സ്ഥാപിച്ചിരിക്കുന്ന എഗ്രിമെൻ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ തന്നെ ആ ഉടമ്പടിക്കകത്ത് അബ്രഹാം കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ദൈവം തീയിലിറങ്ങി വന്ന് ആ ഉടമ്പടിയെ മുഴുവനായിട്ട് സാങ്ഷൻ ചെയ്തു. ദൈവം പറഞ്ഞു, ഇത് ഞാൻ ഏറ്റു. അബ്രഹാം കിടന്നുറങ്ങുക, അബ്രഹാമിന് അറിഞ്ഞൂടാ. അബ്രഹാം കുറേ സമയം വരെ അവിടെ മറ്റ് ജീവികളും പക്ഷികളും ഒക്കെ വരാതെ കാത്തു. പക്ഷെ ഒരു മനുഷ്യൻ്റെ കഴിവിലുള്ള സംഗതിയല്ല, ഇത് ദൈവത്താൽ ലഭിക്കുന്ന നീതിയാണ്. അപ്പോൾ ദൈവത്താൽ ലഭിക്കുന്ന നീതിയാവുമ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി അതിന് ആധാരമല്ല. അബ്രഹാം കിടന്നുറങ്ങുകയാണ്, ദൈവം വന്നിട്ട് ആ ഉടമ്പടിയെ ഉറപ്പിച്ചു. ദൈവം വന്ന് ആ ഉടമ്പടിയെ ഉറപ്പിച്ചിട്ട് ആ കട്ട് ചെയ്ത മൃഗങ്ങളുടെ ഇടയിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുപോയി. അബ്രഹാമിന് മനസ്സിലായി, ദൈവം അവൻ്റെ മേലെയാണ് ഈ ഉടമ്പടിയുടെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അബ്രഹാം ഫെയിലായാലും ശരി, ഞാൻ അത് നടത്തിയിരിക്കും. എങ്ങനെയുണ്ട്? അബ്രഹാമേ, നീ മനുഷ്യൻ്റെ ആ ശാപം നീക്കിയിട്ട്, മരണത്തെ നീക്കിയിട്ട്, ദ്രവത്വത്തെ നീക്കിയിട്ട്, പാപത്തെ നീക്കിയിട്ട് അവനെ ചിരഞ്ജീവിയാക്കുന്ന ആ അനുഗ്രഹം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെ മേലാണ് വന്നിരിക്കുന്നതെങ്കിലും ആ കാര്യം നടത്തിക്കുന്നത് ഞാനാണ്. നീ പരാജയപ്പെട്ടാലും നിൻ്റെ കുടുംബം പരാജയപ്പെട്ടാലും ഞാൻ അത് നടത്തിയിരിക്കും. ദൈവം അവനെ വെച്ച് സത്യം ചെയ്യണം. അതാണ് ആ ഉടമ്പടിക്കകത്ത് ദൈവത്തിൻ്റെ ആ തീ കൊണ്ടുള്ള ഇറങ്ങി വരൽ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ അബ്രഹാം അവൻ്റെ മകനെ അവിടെ അൽപ്പിക്കാനായിട്ട് പോയപ്പോൾ ദൈവം പറയാണ്, നീ നിൻ്റെ മകനായ, നിൻ്റെ പുഞ്ചിരിയായ ഇസ്ഹാക്കിനെ തരാൻ തയ്യാറായി. അതേമാതിരി എൻ്റെ മകനായ, എൻ്റെ പുഞ്ചിരിയായ യേശുവിനെ ഞാൻ നിനക്കും നിൻ്റെ ജാതിക്കും നിൻ്റെ കുടുംബത്തിനും മാനവരാശിക്കും മുഴുവനും പകരമായിട്ട് തരാൻ പോവാണ്. ആ രക്തച്ചോർച്ചയിൽ കൂടെ മാത്രമേ. അപ്പോൾ ഈ മൃഗബലി എന്ന് പറയുന്നത് അവിടെയാണ് ആരംഭിക്കുന്നത്. ആ മൃഗത്തിൻ്റെ ആ രക്തച്ചോർച്ചയിൽ കൂടെ മാത്രമേ എന്തുള്ളൂ? വീണ്ടെടുപ്പുള്ളൂ. ആ മൃഗത്തെ അവിടെ അർപ്പിച്ചു, ഇസാക്കിനെ വീണ്ടെടുത്തു. ഇസാക്കിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ പ്രാപിച്ചു. ആ മൃഗത്തെ അവിടെ അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇസാക്കിനെ വീണ്ടെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ പല വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവം മൃഗബലി കൊണ്ടുവന്നു, അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും, എന്തുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെ മാത്രമേ ക്ഷമിക്കാൻ കഴിയുള്ളൂ, ഡയറക്റ്റായിട്ട് ക്ഷമിച്ചുകൂടെ, അതിലേക്കൊന്നും ഞാൻ ഈ വീഡിയോയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ സംബന്ധിച്ചാണ്. എന്നാൽ കർത്താവ് അന്ന് അബ്രഹാമിനോട് പറയാണ്, നിൻ്റെ മകനെ നീ തരാനായിട്ട് തയ്യാറായി. ഇവനെ ഞാൻ അനുഗ്രഹിക്കും, ഇവനിലൂടെ ഞാൻ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കും. നിന്നിൽ തന്നിരിക്കുന്ന അതേ അനുഗ്രഹം ഇവനിലും വ്യാപരിക്കും. എന്നാൽ നിൻ്റെ ഈ മകനെയും നിന്നെയും നിൻ്റെ ഈ ജാതിയെയും നിങ്ങൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരായതുകൊണ്ടോ നല്ല മനുഷ്യരായതുകൊണ്ടോ അല്ല ഞാൻ നീതീകരിക്കുന്നത്. ഞാൻ നിങ്ങളെ നീതീകരിക്കുന്നത് ഇന്ന് പ്രതീകാത്മകമായി ചെയ്ത ആ ആട്ടുകൊറ്റൻ്റെ സാക്രിഫൈസ് മാതിരി എൻ്റെ മകനെ ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി തരും. അവൻ്റെ ആ ബലിയിൽ ഒഴുക്കപ്പെടുന്ന രക്തം മുഖാന്തരമാണ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിന്നിലൂടെ ഇനി ദൈവവുമായി യാഹ്വേയുമായി ബന്ധപ്പെടാൻ പോകുന്ന എല്ലാവരെയും ഞാൻ നീതീകരിക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മരണത്തെ മാറ്റി, ദ്രവത്വത്തെ മാറ്റി, ശാപത്തെ മാറ്റി അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മെ പ്രഖ്യാപിക്കും.